SFI ജില്ലാ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കോന്നി CI ആയിരുന്ന മധുബാബുവിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. മധുബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനെന്നും ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുമാണ് റിപ്പോർട്ട്. പത്തനംതിട്ട മുൻ SP ഹരിശങ്കറാണ് റിപ്പോർട്ട് നൽകിയത്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇയാൾ ഇത്തരത്തിലേക്ക് സ്ഥിരമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയ ആ ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾ അതാണിപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? 2016 അന്ന് പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കർ ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കോന്നി SHO ആയിരുന്ന മധുബാബുവിനെതിരെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉൾപ്പെടെ വിവരങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയത്. അതായത് ജയകൃഷ്ണൻ ഉന്നയിച്ച ആക്ഷേപം, പരാതി അത് തത്വത്തിൽ ശരിയാണ്. മുഖത്തുൾപ്പെടെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഒരു കസ്റ്റഡി മർദ്ദനം തത്വത്തിൽ നടന്നു എന്ന പരാമർശത്തോടു കൂടിയാണ് ഹരിശങ്കർ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ സമാനമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ലോ ആൻഡ് ഓർഡർ ചുമതലകളിൽ നിന്ന്, ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കർ ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെത്തി. ഇത് നടപടികളിലേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ മധുബാബു ഇതിനെതിരെ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു. ട്രൈബ്യൂണൽ മധുബാബുവിന് അനുകൂലമായി ഉത്തരവ് നൽകുന്നു. അതായത് ഏകപക്ഷീയമായി ഇത്തരത്തിൽ തനിക്കെതിരെ റിപ്പോർട്ട് നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് മധുബാബു അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത്. ഹർജിയിലാണ് ട്രൈബ്യൂണൽ മധുബാബുവിന് അനുകൂലമായി വിധി നൽകുന്നത്. അനുകൂല വിധിയോടുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ നടപടികളും സർക്കാർ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയകൃഷ്ണൻ കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ സ്വകാര്യ അന്യായത്തിന്മേൽ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. ഇതിൽ മധുബാബു തന്നെയാണ് പ്രതി. പക്ഷേ സർക്കാരിൻ്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ നടപടി ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ജയകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ 14 വർഷത്തെ നിയമ പോരാട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെക്കുന്നത്.